നമ്പർ റിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഡയറക്റ്റ് പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2? ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡിവിസിബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു നമ്പർ എപ്പോഴാണ് ഡിവിസിബിൾ ബൈ 2 ആണ് എന്ന് പറയുക എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യേണ്ട, നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോ നമ്മുടെ ടെസ്റ്റ് തന്നെ നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എന്ത് കിട്ടും? ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പർ 2ന്റെ ഡിവിസിബിൾ ആണോ എന്ന് നോക്കാനായിട്ട് പറ്റും. റെഡി ആണല്ലോ? പഠിക്കാൻ തയ്യാറല്ലേ? തയ്യാറാണ്. അപ്പൊ വെരി ഗുഡ്. നമ്മൾ നോക്കൂ, കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് നമ്പർ ഏതാണ്? യെസ്, 3342 ആണ്. ജസ്റ്റ് നിങ്ങൾ ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. ഇതിൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 2 ആണ് അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. 2 ആണല്ലോ. അപ്പൊ ഇങ്ങനെ 2 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് 2ന്റെ ഡിവിസിബിൾ ആണ്. എന്താ ഈ സാറ് പറയണേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? സത്യം, 2 ആണ് ലാസ്റ്റ് ഡിജിറ്റ് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതെന്താണ്? 2ന്റെ ഡിവിസിബിൾ ആണ്. അപ്പൊ പലർക്കും ഡൗട്ട് തോന്നും, ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും ഇത് ശരിയാണോ, എന്താണ് കറക്റ്റ് അല്ലേ എന്നൊക്കെ തോന്നും. ഡിവൈഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ റിമൈൻഡർ 0 എന്നുള്ള രീതിയിലേക്ക് പോകും. അതിനൊരു കോഷ്യന്റും കിട്ടും. അപ്പൊ അത് ഡിവിസിബിൾ ആണ്. അങ്ങനെ നോക്കണ്ട, നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ കിട്ടും എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. സംഭവം പറഞ്ഞുതരാം. ഇപ്പൊ 2 മാത്രമാണോ അതിൽ വരിക? അല്ല. 2 വരുമ്പോൾ മാത്രമാണോ ഡിവിസിബിൾ ആവുക? അല്ല. നോക്കാം ഏതൊക്കെ നമ്പേഴ്സ് വരുമ്പോഴാണ് അത് ഡിവിസിബിൾ ആവുക എന്നുള്ളത്. അറിയണ്ടേ? അറിയാൻ ആഗ്രഹമില്ലേ? യെസ്, അറിഞ്ഞേ പറ്റും. ഈ ചാപ്റ്ററിൽ നമുക്ക് അറിയണം. ഓക്കെ, ഒരു ഡിജിറ്റ്, ഇത് 3 ഡിജിറ്റ് ആവാം, 2 ഡിജിറ്റ് ആവാം, 7 ഡിജിറ്റ് വേണമെങ്കിലും ആവാം. അതിന്റെയൊക്കെ എൻഡില് അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 0, 2, 4, 6, 8 എന്ന് പറയുന്ന ഈവൻ നമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ഈവൻ ആണെന്നുണ്ടെങ്കിൽ ഡിവിസിബിൾ ബൈ 2 ആണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ സാർ ഒരു കാര്യം കൂടി പറഞ്ഞു പോവുകയാണ്. ഇതിനൊപ്പം തന്നെ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ അല്ല എന്ന് വിചാരിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ അല്ല. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഈവൻ നമ്പർ അല്ല എന്ന് വിചാരിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് ഈസ് നോട്ട് ഈവൻ നമ്പർ. ഈവൻ നമ്പർ അല്ല എന്ന് വിചാരിക്കൂ. അത് ആ ബോക്സിൽ എഴുതിയിട്ട് കണ്ടുവോ? അതാണ് പറയുന്നത് കേട്ടോ. ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് നോട്ട് ഈവൻ നമ്പർ, ദ റിമൈൻഡർ ഈസ് 1. റിമൈൻഡർ ഈസ് 1. ഓക്കെ, ഡിവിഷൻ ബൈ 2ലാണ് കേട്ടോ പറയുന്നത്. സാറ് പറഞ്ഞത് അത് മാത്രമാണ്. അപ്പൊ ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ. എന്ത് എഴുതി വെക്കണം? ഡിവിസിബിൾ ബൈ 2 ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എപ്പോഴാണ് ഒരു നമ്പർ ഡിവിസിബിൾ ആണ്, 2ന്റെ ഡിവിസിബിൾ ആണ് പറയാ? ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ഈവൻ. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആവുമ്പോ 0, 2, 4, 6, 8 എന്ന നമ്പേഴ്സ് ഒക്കെ വരുമ്പോ എന്താണ് നമുക്ക് പറയാൻ പറ്റും? മക്കളെ പറ. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. ആ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണ്. ഡിവിസിബിൾ ബൈ 2 ആണ്. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതൊക്കെ ഡിവിസിബിൾ ആണ്? യെസ്, ആദ്യത്തെ നമ്പർ ഡിവിസിബിൾ ആണ്, 2 വന്നിട്ടുണ്ട് അല്ലെ? രണ്ടാമത്തെ നമ്പർ ഡിവിസിബിൾ ആണോ? അല്ല. രണ്ടാമത്തെ നമ്പർ ഡിവിസിബിൾ അല്ല. കാരണം 7 ആണ് വന്നിട്ടുള്ളത് അല്ലെ? നമുക്ക് 2, 4, 6, 8, 0 എന്നൊക്കെ നമ്പേഴ്സ് വന്നുകൊണ്ട് കുഴപ്പമില്ല. അടുത്തത് നോക്കുമ്പോഴോ അടുത്തതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പൊ അത് ഡിവിസിബിൾ ആണ്. അടുത്തതില് അത് ഡിവിസിബിൾ അല്ല, 5 ആണ് വന്നിരിക്കുന്നത്, ഡിവിസിബിൾ അല്ല. അപ്പൊ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചേ? എത്ര നമ്പേഴ്സ് 2ന്റെ ഡിവിസിബിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര എണ്ണ? 2. ഇതേപോലെ വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ. അടുത്തത് 5ന്റെ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 5ന്റെ ആണ്. അപ്പൊ 5ന്റെ പറഞ്ഞു തരാം എങ്ങനെയാന്നുള്ളത്. എന്താണ് ഈ 5ന്റെ ഡിവിസിബിൾ? ഒരു നമ്പർ 5ന്റെ ഡിവിസിബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ ആണുള്ളത് അറിയണോ? അറിയണ്ടേ? 2 നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഇതാണ് കുറച്ചുകൂടി ഈസി വേ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് 2-3 എക്സാമ്പിൾസ് ചെയ്താൽ. അപ്പൊ നേരത്തെ ഞാൻ ഡിവിസിബിൾ ബൈ 2 പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിവിസിബിൾ ബൈ 5 ആണ് പഠിക്കാൻ പോണേ. അപ്പൊ അതെങ്ങനെയാ നോക്കണ്ടേ? ആഗ്രഹം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. കുറെ പേര് ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പൊ സാറ് ഇങ്ങനെ വേഗം സമയം കളയാതെ വേഗം പറയാൻ പറയുന്നുണ്ട് കുറെ പേര്. ഓക്കെ, ഞാൻ പറയാണ്. ഡിവിസിബിൾ ബൈ 5 ആണ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഡിവിസിബിൾ ബൈ 5 ആണ് പഠിക്കാൻ പോകുന്നത്. ഡിവിസിബിൾ ബൈ 5 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്, ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5 ആയിരിക്കും കേട്ടാ. നോക്കുക അല്ലെ? ഇതില് നോക്കുന്ന സമയത്ത് നോക്കിയേ, ഈ നമ്പർ നോക്കുക. ഒരു എക്സാമ്പിൾ ആണ് 278 ഡിവൈഡഡ് ബൈ 5. അയ്യോ, ഇതില് ലാസ്റ്റ് ഡിജിറ്റ് എന്തല്ല? 0യും അല്ല 5ഉം അല്ല. അയ്യോ, അപ്പൊ ഇത് എന്തല്ല? ഡിവിസിബിൾ അല്ല. അല്ലല്ലോ, ഡിവിസിബിൾ അല്ല.
ആണോ? അല്ല. അപ്പൊ ഇത് ഡിവിസിബിൾ അല്ല. ദിസ് നമ്പർ അല്ലെങ്കിൽ ദിസ് ഡിജിറ്റ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. ഓക്കെ, അങ്ങനെയൊക്കെ നമ്മൾ എഴുതി. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി വരും. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്താണ് ക്വസ്റ്റ്യൻ? അതും കൂടി സാറിന് പറഞ്ഞു പോവാണ്. എന്നിട്ട് നമുക്ക് അവിടെ നമ്മൾ വിട്ടുപോയിട്ടുള്ള കുറച്ച് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 2-3 ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ചെയ്യണം കേട്ടോ. 5ന്റെ അറിയാതെ അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാർ ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. റെഡി ആണോ? റെഡി. അപ്പൊ ഇതിന്റെ റിമൈൻഡർ കാണാനും കൂടിയും പറയും. ഒരു ഡിജിറ്റ് വന്നിട്ട് അത് 5ന്റെ ഡിവിസിബിൾ ആണോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും അതിന്റെ റിമൈൻഡർ എന്ത് ചെയ്യാനായിട്ട് പറയും? യെസ്, എഴുതാനായിട്ട് പറയും. റെഡി ആണോ? നോക്കാം. അപ്പോ ഈ സെയിം എക്സാമ്പിൾ തന്നെയാണ് സാർ എടുക്കുന്നത് കേട്ടോ. ഇതിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തല്ല? യെസ്, 5ഉം അല്ല 0യും അല്ല. 5ഉം അല്ല 0യും അല്ല. അല്ലല്ലോ? അല്ല. അപ്പൊ ആ സമയത്ത് 5നേക്കാൾ മോർ ആയിട്ടുള്ള ഒരു നമ്പർ ആണ്, 5നേക്കാൾ മോർ ആയിട്ടുള്ള നമ്പർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, 5നേക്കാൾ മോർ ആയിട്ടുള്ള നമ്പർ വന്നു കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ഡിജിറ്റ് നിന്ന് 5 അങ്ങ് മൈനസ് ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് എത്രയാ? 8. അപ്പൊ 8ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 3. റിമൈൻഡർ കിട്ടി സാറേ, റിമൈൻഡർ കിട്ടി അതന്നെ കിട്ടി. ഇനി അതല്ല, നമ്മളിപ്പോ 5നേക്കാൾ ലെസ് ആയിട്ടുള്ള നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ തന്നെയാണ് എന്ത്? അതിന്റെ റിമൈൻഡർ. ഇപ്പൊ 1 ആണെങ്കിൽ 1 തന്നെയാണ് റിമൈൻഡർ, 2 ആണെങ്കിൽ 2 ആണ് റിമൈൻഡർ, 3 ആണെങ്കിൽ 3 ആണ് റിമൈൻഡർ, 4 ആണെങ്കിൽ 4 ആണ് റിമൈൻഡർ. ഇത് സെൽഫ് ആയിരിക്കും കേട്ടോ. ഇതുവരെ ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ലൈക്ക് കേട്ടോ. നെക്സ്റ്റ്, ഇനി നോക്കൂ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സാറ് അടുത്തൊരു എക്സാമ്പിൾ കാണിക്കാനേ. കണ്ടോട്ടെ കാണണ്ടേ? നോക്കിയേ, 1286 ഡിവൈഡഡ് ബൈ 5. ഈ ചോദ്യം എങ്ങനെ ചെയ്യും? യെസ്, നമ്മൾ എവിടേക്ക് എപ്പോഴും 2ന്റെ ഡിവിസിബിൾ ആണ് നോക്കാനും 5ന്റെ ഡിവിസിബിൾ ആണ് നോക്കാനെങ്കിലും എവിടേക്ക് നോക്കണം? ലാസ്റ്റ് ഡിജിറ്റിക്ക് മാത്രം നോക്കിയാൽ മതിട്ടാ. എത്ര വലിയ നമ്പേഴ്സ് തന്നാലും ലാസ്റ്റ് ഡിജിറ്റിക്ക് മാത്രം നോക്കൂ. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പൊ 6 ആയതുകൊണ്ട് തന്നെ ഇതെന്തല്ല? 5ന്റെ ഡിവിസിബിൾ അല്ല. 5ന്റെ ഡിവിസിബിൾ അല്ല. 5ന്റെ ഡിവിസിബിൾ ആയിരുന്നുവെങ്കിൽ അതിന്റെ റിമൈൻഡർ 0 ആണ്. 5 ഡിവിസിബിൾ ആണെങ്കിൽ റിമൈൻഡർ എന്തായിരിക്കും? 0 ആണ്. നോക്കിയത് വേറെ എക്സാമ്പിൾ നോക്കൂ. 155 ഡിവൈഡഡ് ബൈ 5. അത് 5 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 5 അല്ലെങ്കിൽ 0 വന്നു കഴിഞ്ഞാൽ അത് 5ന്റെ ഡിവിസിബിൾ ആണ്. സാർ പറഞ്ഞു തന്നില്ലേ? അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ ഒന്നും ആലോചിക്കേണ്ട, 0 ആയിരിക്കും. ഓക്കെ, പക്ഷെ ഈ ഒരു എക്സാമ്പിളിൽ അങ്ങനെയല്ല. 1286ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്, 5 അല്ല. അങ്ങനെ 5 ആണെങ്കിലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഞാൻ സാറ് പറഞ്ഞു പറ്റാവുന്നുണ്ടായിരുന്നു. ഒന്നെങ്കിൽ 5 ആണെന്നുണ്ടെങ്കിൽ ആ സെയിം നമ്പർ തന്നെയാണ്, പക്ഷെ 5നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി കേട്ടാ. ലാസ്റ്റ് ഡിജിറ്റ് -5. ലാസ്റ്റ് ഡിജിറ്റിൽ എത്രയാ? 6 മൈനസ് 5 എത്രയാ? 1. നിങ്ങൾ വേറെ ലെവൽ. ഓക്കെ, അപ്പൊ ഇതേപോലെ ചെയ്താൽ മതി. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇനി നോക്കാതെ പറയുന്നവരില്ലേ ാണ് നമുക്ക് കുറച്ച് അറിയേണ്ടത്. അപ്പൊ ഇത് നോക്കാതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഒന്ന് പോസ് ചെയ്തിട്ട് വേഗം ചെയ്യൂ. എന്നിട്ട് വന്നിട്ട് വീഡിയോ കാണണേ. കുറച്ചും കൂടി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടാ. ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങൾ പോസ് ചെയ്തിട്ട് പോയിട്ടുള്ളതെന്ന് എനിക്ക് അറിയാം, അങ്ങനെ വിശ്വസിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ആൻസറിക്ക് പോവാം. എത്ര നമ്പേഴ്സ് ആണ് 5ന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള വരുന്നത്? എത്ര നമ്പേഴ്സ് വരുന്നുണ്ട് നോക്കാം. അപ്പൊ ആദ്യം 3342, അതുപോലെ 6520 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 6520. അപ്പൊ ഓരോ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ നോക്കാം. ഇങ്ങനെ വായിച്ച് സമയം കളയാനില്ല. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ. ലാസ്റ്റ് ഡിജിറ്റ് ഓരോ നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. ഇത് 2 ആണ് അല്ലെ? അപ്പൊ 2 ആണെങ്കിൽ 2 വരാൻ പാടുമോ? 2 അല്ല നമുക്ക് വേണ്ടത്. 5ന്റെ ഡിവിസിബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് 0 അല്ലെങ്കിൽ 5 ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ 0യും വന്നില്ല, 5ഉം വന്നില്ല. ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അത് ഡിവിസിബിൾ അല്ല, 5ന്റെ ഡിവിസിബിൾ അല്ല. റിമൈൻഡർ എഴുതാനായിട്ട് പറഞ്ഞിട്ടില്ല. സാർ പറഞ്ഞുകൊണ്ട് റിമൈൻഡർ എങ്ങനെ എഴുതാന്നുള്ളത് ആ രീതിയിൽ എഴുതിക്കോളൂ കേട്ടോ. ഒരു റിമൈൻഡർ ചോദിച്ചിട്ടില്ല. പക്ഷെ 2 ആണ്. അപ്പൊ 5നേക്കാൾ ലെസ് അല്ലേ? അപ്പൊ റിമൈൻഡർ എന്തായിരിക്കും? 2 ആണെങ്കിൽ 2. അങ്ങനെ സാർ പറയുന്നുണ്ട്, ഓർക്കുന്നുണ്ട് എന്ന് അറിയാം, പക്ഷെ ഇവിടെ ചോദിച്ചിട്ടില്ല. സാർ പറയുന്നില്ല കേട്ടാ. ഇനി ഈ നമ്പറിൽ നോക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ്. അപ്പൊ അത് ഡിവിസിബിൾ ബൈ 5 ആണ്. ഇതിൽ നോക്കുമ്പോൾ 5 ആണ്. അപ്പൊ അത് ഡിവിസിബിൾ ബൈ 5 ആണ്. അതിൽ നോക്കുമ്പോൾ ഡിവിസിബിൾ 5 ആണ്, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പൊ 3 നമ്പേഴ്സ് മാത്രമാണ്, 3 ഡിജിറ്റുകൾ മാത്രമാണ് ഡിവിസിബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഓപ്ഷൻ സി ആണ് കേട്ടോ. ആൻസർ സി ആണ്. 10ന്റെ കേസ് ആണ് കേട്ടോ. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക, ആ നമ്പർ ഡിവിസിബിൾ ആണോ എന്നൊക്കെ അറിയുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത് കേട്ടോ. റെഡി ആണോ? റെഡി, ശരി. ഓക്കെ, അപ്പൊ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു നമ്പർ എക്സാമ്പിൾ തരികയാണ്. ആ എക്സാമ്പിൾ നോക്കൂ. എവിടെയാണ് എക്സാമ്പിൾ? യെസ്, നോക്കൂ. 25 × 4
എന്ന് പറയുന്നത് 10ന്റെ ഡിവിസിബിൾ ആണ്. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഒന്ന് തുടങ്ങാം അല്ലെ. ആദ്യം തന്നെ ഈ ഒരു വലിയ എക്സാമ്പിൾ ആണോ സാറേ തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ചിലവര്. അതുകൊണ്ട് ചെറിയ എക്സാമ്പിൾ ഒന്ന് തുടങ്ങുകയാണ്. 20 10ന്റെ ഡിവിസിബിൾ ആണോ? ആണ്. എൻഡിൽ എന്ത് വന്നിട്ടുണ്ട്? 0 ട്ടാ. ലാസ്റ്റ് എന്ത് വരും? 0 ആണ്. ഒരു ഡിജിറ്റിന്റെ ലാസ്റ്റ് 0 ആണ്. സാറ് എഴുതി തന്നിട്ടുണ്ട് നോക്കി. ഇപ്പൊ 20 ആണ്. 20യുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ് നമ്മൾ നോക്കി? 0 ആണ് നോക്കി. അങ്ങനെ 0 ആണെങ്കിൽ 10ന്റെ ഡിവിസിബിൾ ആണ്. 10ന്റെ ഡിവിസിബിൾ ആണ് കേട്ടോ. അപ്പൊ 20 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 10 ആണ്. 20 ഈസ് ഡിവിസിബിൾ ബൈ 10. റീസൺ എന്താ? ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 0. അത്രേ ഉള്ളൂ. അപ്പൊ റിമൈൻഡർ എന്ത് വരും? ആ ലാസ്റ്റ് ഡിജിറ്റ് തന്നെ വരും. ഇപ്പൊ 20 ആണെങ്കിൽ 20യുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 0. അപ്പൊ എഴുതിയിരിക്കണം ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി നമ്പർ ബൈ 10 ഈസ് എ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി നമ്പർ. അപ്പൊ 20 ആണെങ്കിൽ 20യുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ്. അതുകൊണ്ട് ആ ലാസ്റ്റ് ഡിജിറ്റ് തന്നെയായിരിക്കും അതിന്റെ റിമൈൻഡർ. അപ്പൊ അതൊക്കെ സാർ പറഞ്ഞുവിടാം. ഇനി ഇവിടെ നോക്കി 25 × 4 എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു രണ്ട് നമ്പേഴ്സ് ഇൻഡ്യൂ ചെയ്യുന്ന രീതി, സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഒക്കെ സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് സോൾവ് ചെയ്യാം അല്ലെ. സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? 25 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ 26 ഉണ്ട്, 27 ഉണ്ട്, 28 ഉണ്ട്. ഇതൊക്കെ സാറിന് അറിയില്ലേ? ഓക്കെ, ഇതൊക്കെ അറിയാം സാറിന്. പക്ഷേ സാർ ഉദ്ദേശിച്ചത് 25 കഴിഞ്ഞ് വരുന്ന ലാസ്റ്റ് ഡിജിറ്റിലെ ലാസ്റ്റ് നമ്പറിലെ 0 വരുന്നതും, ഇനി അതല്ല 25ന് മുന്നേ ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്നതായിട്ടുള്ള നമ്പർ 20 ഉണ്ട്, 30 ഉണ്ട് അല്ലെ. ലാസ്റ്റ് ഡിജിറ്റില് അടുത്ത് വരുന്നത് 20 + 5 ആണ് 25. ഇനി 25 കഴിഞ്ഞിട്ട് ലാസ്റ്റ് 0 വരുന്നത് ഏതാ? 2 ഡിജിറ്റ്. ലാസ്റ്റ് 0 വരുന്നത് 2 ഡിജിറ്റ്. അതെ, 30 ആണ്. അപ്പൊ പക്ഷേ സാർ എടുക്കാൻ പോകുന്നത് ഇവിടെ 20 ആണ് കേട്ടോ. 25ന് എങ്ങനെയാലും 20 + 5. അപ്പൊ ആ ഇതിലെന്നെ പറയുമ്പോൾ മനസ്സിലാവില്ലേ? 20 + 5 25 അല്ലെ. അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറച്ചുകൂടി ചെറിയ കുട്ടികൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ 25 നമ്മൾ എന്ത് ചെയ്തു? 20 + 5 ആണ് എഴുതി. ഇനി ഈ 4 ഇൻഡു ചെയ്യാൻ പോവാണ്. 4 വെച്ചിട്ട് ഇൻഡു ചെയ്യാൻ പോവാണ്. അപ്പൊ 20 × 5 20 × 4 20 × 4 തന്നെ എഴുതി. പ്ലസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ പ്ലസ് എഴുതുക. ഇനി 5 × 4 5 × 4 തന്നെയാണ് കേട്ടോ. എന്താണ് ഉദ്ദേശിച്ചത് സാറ്? ഈ 4നെ ഇങ്ങോട്ട് ജമ്പ് ചെയ്യിക്കുകയാണ് ചെയ്തിട്ടോ. അപ്പൊ അത് 4ന്റെ ഫ്രണ്ടിൽ ഇൻഡു അല്ലേ. അപ്പൊ 20 ഇൻഡു കൂടിയിട്ടാണ് എന്ത് ചെയ്തത്? ജമ്പ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ 20 × 4 ബ്രാക്കറ്റിൽ പ്ലസ് ആണ്. അപ്പൊ പ്ലസ് ഇട്ടിട്ട് 5 × 4 ആണ് ഇതാ. 20 × 4 20 × 4 ചെയ്യുമ്പോൾ 2 × 4 എന്താണെന്ന് നോക്കിയാൽ മതി? 8. പിന്നെ 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് എന്താണ്? എവിടെയാ? റൈറ്റ് സൈഡിൽ 0 ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ 5 × 4 നമുക്ക് അറിയാം 20 ആണ്. അപ്പൊ 80 + 20 100 ആണ്. ഇനി അതല്ല അല്ലാത്ത രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ കുഴപ്പമില്ല. ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. 5 × 4 ഇപ്പൊ 25 × 4 ചെയ്യാൻ വേണ്ടിയിട്ട് 5 × 4 20 ആണ്. റിമൈൻഡർ 2 വരും. ഇനി 2 × 4 8 ആണ്. 8 + 2 10 ആണ്. 100. ഇങ്ങനെയും സാറിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് തെറ്റില്ല. അപ്പൊ 100 കിട്ടിയോ? ഏത് നമ്പർ ആണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ അതാണ് എന്ത്? റിമൈൻഡർ ആയിട്ട് വരിക. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ എന്താണെന്ന് പറയും നമ്മള്? യെസ്, അത് ഡിവിസിബിൾ ബൈ 10 ആണ് എന്ന് പറയും. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കുവോ, ഇതേപോലെ 4 ഓപ്ഷൻസ് ഉണ്ട്. 4 നമ്പേഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 4 നമ്പേഴ്സ് എന്താണ്? 10ന്റെ ഡിവിസിബിൾ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര നമ്പേഴ്സ് ആണ് ഇവിടെ 10ന്റെ ഡിവിസിബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ 2 ആണെങ്കിലും 5 ആണെങ്കിലും 10 ആണെങ്കിലും ലാസ്റ്റ് ഡിജിറ്റിക്ക് അങ്ങ് നോക്കുക. വേറെ എവിടേക്ക് നോക്കാനില്ല. ഏത് നമ്പർ ആണോ ആ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റിക്ക് നോക്കുക. അങ്ങനെ നോക്കുന്ന നേരത്ത് ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. ഫസ്റ്റത്തേല് സെക്കൻഡിലും ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. പക്ഷെ പിന്നെയുള്ള നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തല്ല? 0 അല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റത്തെ ആളുടെ റിമൈൻഡർ എത്ര വരും? 0. ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ അതാണ് റിമൈൻഡർ. രണ്ടാമത്തെ ആളുടെ റിമൈൻഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 0. അതുകൊണ്ട് റിമൈൻഡർ 0. ഇതില് ഈ മൂന്നാമത്തെ ആളിലെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അതുകൊണ്ട് റിമൈൻഡർ 5. ഇനി ഫോർത്ത് വണ്ണിലെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പൊ അതിന്റെ റിമൈൻഡർ 5. പക്ഷെ നമുക്കതല്ല ചോദിച്ചത്, ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളത് നോക്കുമ്പോൾ 2 അല്ലെ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 ആണ് അതിന്റെ ആൻസർ കേട്ടോ. ഇതിന്റെ ഒപ്പം തന്നെ 2ന്റെയും കൂടി ഒന്ന് പറഞ്ഞു പോവാണ്. 2ന്റെ ഡിവിസിബിൾ, ഒരു നമ്പർ 2ന്റെ ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റിമൈൻഡറും കൂടി ഒന്ന് കാണാനായിട്ട് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോവാണ്. ജസ്റ്റ് നോക്കുക കേട്ടോ. നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട് 288 തന്നിട്ടുണ്ട്. അതിന്റെ
അത് ആ നമ്പർ 2ന്റെ ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡിജിറ്റിക്ക് നോക്കണം കേട്ടോ. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ 2ന്റെ ഡിവിസിബിൾ ആണ്. സാർ അങ്ങനെയല്ലേ പറഞ്ഞേ? ഓർക്കുന്നില്ലേ? ഓർത്തെടുക്ക്. യെസ്, ഓർത്തു. വെരി ഗുഡ് 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 ഗുഡ്. അങ്ങനെ 2, 4, 6, 8, 0 ഒക്കെ ആണോ? ഇവിടെ 8 ആണ് വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ അത് ഡിവിസിബിൾ ആണ്. അപ്പൊ അതിന്റെ റിമൈൻഡർ 0 ആയിരിക്കും. ഒരു നമ്പർ 2ന്റെ ഡിവിസിബിൾ ആണെങ്കിൽ അതിന്റെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അതല്ല, ലാസ്റ്റ് നമ്പർ ഈവൻ നമ്പർ അല്ല എന്ന് വിചാരിക്കുക. ലാസ്റ്റ് നമ്പർ ഈവൻ നമ്പർ അല്ല എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ റിമൈൻഡർ 1 ആയിരിക്കും. അതിന്റെ റിമൈൻഡർ 1 ആയിരിക്കും. നോക്കിയേ, ഇതിൽ നോക്കുമ്പോൾ 7 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ല. അതുകൊണ്ട് അതിന്റെ റിമൈൻഡർ 1 ആണ്. റീസൺ പറഞ്ഞു, ലാസ്റ്റ് ഡിജിറ്റ് ഇസ് നോട്ട് ഈവൻ നമ്പർ. നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ 4288. അതിലെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണ്. അതുകൊണ്ട് 8 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആയതുകൊണ്ട് റിമൈൻഡർ 0 ആണ്. ഇത് സാറ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്നുള്ളൂ കേട്ടോ. ആരും അറിയണം 4ന്റെ ഡിവിസിബിലിറ്റി അല്ലെ? 4 ഡിവിസിബിൾ ബൈ 4 ആണോ? ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് എങ്ങനെയാ കുട്ടികളെ നിങ്ങൾ കണ്ടെത്തുക? നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതെ, ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കണം. എവിടേക്ക് നോക്കണം? ലാസ്റ്റ് ഡിജിറ്റ്. നമ്മളിപ്പോ ഒരു ഡിജിറ്റ്, ലാസ്റ്റത്തെ 1 ഡിജിറ്റ് അല്ലേ നോക്കാറ്? ലാസ്റ്റ് ഡിജിറ്റ് മാത്രമല്ലേ നോക്കുക? അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡിജിറ്റ് കൂടി ഒന്ന് എക്സ്ട്രാ നോക്കിയാൽ മതി. എന്തുകൊണ്ട് അങ്ങനെ നോക്കണം എന്ന് സാറ് പറഞ്ഞു. ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് നോക്കിയേ. ഒരു എക്സാമ്പിൾ നോക്കാം. സാറ് പറഞ്ഞായിട്ട് ഒരു എക്സാമ്പിൾ. ഏത് എക്സാമ്പിൾ? സാർ ഒരു നമ്പർ എടുത്ത് അത് 4ന്റെ ഡിവിസിബിൾ ആണ്, 4ന്റെ ഡിവിസിബിൾ ആണ് എന്ന് സാർ ചെക്ക് ചെയ്യാൻ പോവാം. അയ്യോ, ഈ നമ്പർ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാറിനെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്താൽ മതി. സാറിന് അറിയില്ല എന്നല്ല കേട്ടോ. നമുക്ക് ഇത് ഈ ഒരു മെത്തേഡ് ഇങ്ങനെ കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? 329 നമുക്ക് എങ്ങനെ എഴുതാം? 329 300 + 29 ആണ് 329. യെസ്, പ്ലീസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് അങ്ങനെ എഴുതാം അല്ലെ? അപ്പൊ 300 + 29 329. ആ വാക്ക് നമ്മളത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഇനി 300നെ 100 × 3 എഴുതിക്കൂടെ? കുഴപ്പമുണ്ടോ? 100 × 3 എഴുതിക്കൊണ്ട് കുഴപ്പമുണ്ടോ? ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ എഴുതാൻ പാടില്ലാന്നുണ്ടോ? ഇല്ല സാറേ, അങ്ങനെ എഴുതിക്കൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട് കുറച്ച് പേര്. ഇനി 100നെ സാർ എഴുതാൻ പോണത് 25 × 4 എന്നാണ്. 100ന്റെ പ്ലേസിൽ സാർ എന്ത് ചെയ്തു? 24 × 5 എന്ന് എഴുതും. കുഴപ്പമുണ്ടോ? ഇല്ല. സാർ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റിന്റെ കേസ് പറഞ്ഞില്ലേ, അതൊന്ന് പ്രൂവ് ചെയ്ത് തരികയാണ്. എന്താണ് ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം എന്നാണ് ഇപ്പൊ സാർ പറഞ്ഞത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ? ഇല്ല. അപ്പൊ അത് പറഞ്ഞു തരണ്ടേ സാറ്? വേണം. അതിന് വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ ചെയ്തു കേട്ടോ. എക്സാം ഇങ്ങനെ ചെയ്യണം എന്നില്ല. ഓക്കെ, ചെയ്യേണ്ടി വന്നാൽ ആര് ചെയ്യും? നമ്മൾ ചെയ്യും. അപ്പോ സാർ പറഞ്ഞത് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാണ്. 329 300 + 29 എഴുതും. 300നെ 100 × 3 എഴുതും. അതുപോലെ 100നെ 4 × 25 എഴുതും. ബാക്കിയൊക്കെ സെയിം ആണ്. ഒക്കെ അങ്ങനെ തന്നെ എഴുതി. അപ്പൊ 300 + 29 എഴുതി. അതുപോലെ 100 × 3 + 29 എഴുതി. 100നെ 4 × 25 ആണ്. × 3 ഉണ്ടായിരുന്നല്ലോ. 3 എഴുതി +29. ഇനി നമ്മൾ നോക്കാം. ഇവിടെ നോക്കിയേ, എനിക്ക് 4ന്റെ കേസ് ആണ് അറിയേണ്ടത് അല്ലെ? 4ന്റെ ഡിവിസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. 4 ആ നമ്പർ എന്താണ്? 4ന്റെ ഡിവിസിബിൾ ആണ് നമുക്ക് പറയാൻ പറ്റണം. ആണ് നോക്കുകയാണ്. അപ്പൊ 4നെ ഒന്ന് വലിയ 4 എന്നുള്ളത് വലിയ കേമനാക്കി എടുത്ത് 4നെ ഒന്ന് മാറ്റി നിർത്തുകയാണ്. ഇന്നെ അത് ശരിയാക്കി തരാം. ആ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഇപ്പൊ ശരിയാക്കി തരാം. നീ ഒന്ന് മറന്നേ. ബാക്കിയുള്ളവരൊക്കെ 25 × 3 ഉണ്ട് അല്ലെ? 25 × 3 ഉണ്ട്. 25 × 3 ചെയ്യുമ്പോൾ 75. അങ്ങനെ തന്നെ എഴുതി. ബാക്കി 29. 29 എന്ന് പറയുന്നത് 4ന്റെ ഡിവിസിബിൾ ആണോ എന്ന് എനിക്ക് അറിയുന്നില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 29 എന്ന് പറയുന്നത് 4ന്റെ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക 29 വരുന്നുണ്ടോ എന്താണ് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം 7 × 4 ചെയ്യുമ്പോൾ 28 ആണ് കിട്ടുക അല്ലെ? 28. പക്ഷെ 29 അല്ലേ വേണ്ടത്? അപ്പൊ 28ന്റെ ഒപ്പം എത്ര അടിയാൽ മതി? 1 അടിയാൽ മതി അല്ലെ? സത്യം സാർ തന്നെ മനസ്സിലായോ? 29നെ 28 + 1 എന്ന് എഴുതാം. 28 എന്ന് പറഞ്ഞാൽ എന്താ? 28 എന്ന് പറഞ്ഞാൽ 7 × 4 ആണ് കേട്ടോ. 7 × 4 + 1 എന്ന് എഴുതി. ഓക്കെ ആണോ ഇതുവരെ? യെസ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 29ന്റെ പ്ലേസിൽ എഴുതണം അല്ലെ? എഴുതി നോക്കൂ. ഇവിടെ നോക്കി എന്താ ഉണ്ടായേ? 4 × 75. 29 നമ്മൾ എങ്ങനെ എഴുതി? 7 × 4 + 1 എന്ന് എഴുതി. ഇനി ഇവിടെ രണ്ട് ഭാഗത്തും നമ്മൾ നോക്കിയേ. ഇവിടെ നോക്കണേ, ഇവിടെ 4 ഉണ്ട്, ഇതിലും 4 ഉണ്ട്. ആ 4കളെ ഒന്ന് കോമൺ ആയിട്ട് എടുത്തിട്ട് 75 + 7 ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 82. എങ്ങനെ 82 കിട്ടി? 5 + 7 എത്രയാ? 12. റിമൈൻഡർ 1. 1 + 7 8. 82 കേട്ടോ. ആ 82 ഇതിൽ കൊടുത്തൂടെ? അങ്ങനെ എഴുതാൻ പറ്റുന്നത് അങ്ങനെ എഴുതാം കേട്ടോ. അപ്പൊ 82 × 4 + 1 നമുക്ക് എഴുതാൻ പറ്റും. അതിന്റെ റിമൈൻഡർ 1.
റിമൈൻഡർ. അപ്പൊ എന്താ കിട്ടി? നമുക്കതിന് ബാലൻസ് 7 ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. 7 സ്വീറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ റിമൈൻഡർ ആയിട്ട് വന്നു അല്ലെ. 7 വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, സോറി 4 വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ 7 വന്നല്ലേ, 4 വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ റിമൈൻഡർ ആയിട്ട് നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. ഒന്ന് ബാലൻസ് വന്നു എന്നൊക്കെ പറയില്ലേ? യെസ്. അപ്പോ ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പൊ നമ്മൾ എന്താ തുടങ്ങിയേ? ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ണ് വെച്ചാൽ മതി. അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? റിമൈൻഡർ കിട്ടുകയാണ്. അപ്പൊ ഇതിൽ കണ്ടോ, ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 28 അല്ലേ, 28 എണ്ണം മാത്രമാണ് 4 വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. എത്ര പേർക്ക് കൊടുക്കാം? 7 മെമ്പേഴ്സിന് കൊടുക്കാം. പക്ഷെ ബാക്കി ഒരെണ്ണം വരും, അതാണ് ആര്? റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ സാറ് തരികയാണ്. 232 സാറ് പറഞ്ഞു ലാസ്റ്റ് ഡിജിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം 4 കൊണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡ് ചെയ്ത് നോക്കിയാണെങ്കിൽ സാറ് ചെയ്ത് തരാം കേട്ടോ. 30 അതിന്റെ 29 ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഇതൊക്കെ ശരിയല്ലേ, ഇതൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നമുക്ക് അറിയാം. അത് ചെയ്യുമ്പോൾ 29 ഡിവൈഡഡ് ബൈ 4, 29 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 7 into 4 7 into 4 ആണ് 28. എന്താ റിമൈൻഡർ വരിക? 1. അങ്ങനെയും കുട്ടികൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് അത് അറിയുമെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് മരക്കണക്ക് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അതാണ് സാറ് നേരത്തെ ചെയ്തത് കേട്ടോ. 28 ആണല്ലോ, 28 + 1 ചെയ്താൽ 29 ആവില്ലേ? അങ്ങനെയൊക്കെ ചെയ്തത് സാർ അങ്ങനെ ആ ഒരു മരക്കണക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഇനി കുട്ടികൾക്ക് മരക്കണക്ക് വശമില്ല, മനസ്സിലായിട്ട് വരുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി 32 ആണ് പറഞ്ഞത്. 32 എന്ന് പറയുന്നത് നമുക്കറിയാം 4 into എത്ര ചെയ്താലാ? 8. 4 into 8 ചെയ്താലാണ് 32 വരിക. നമുക്ക് കുറെ കുട്ടികൾ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കേൾക്കും. സാറ് കേട്ടു കേട്ടോ, അതൊക്കെ കേൾക്കുന്നുണ്ട് സാറിനെ. നോക്കാം, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സുകൊണ്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടല്ലോ. ശരി, മനസ്സുകൊണ്ട് കേൾക്കുന്നുണ്ട്, അങ്ങനെ പറയില്ലേ നമ്മള്? യെസ്. ഓക്കെ, എന്തായാലും വേണ്ടില്ല. സാറിന്റെ ഡ്യൂട്ടിക്ക് പോവാണ്. 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 8 into 4 ആണ് 32. 8 into 4 ആണ് 32. റിമൈൻഡർ 0 ആണ് തന്നെ. അപ്പൊ അതിന്റെ റിമൈൻഡർ 0 ആണ്. കാരണം എന്താണ് അങ്ങനെ റിമൈൻഡർ 0 എന്ന് പറയാൻ കാരണം? അത് 4ന്റെ ഡിവിസിബിൾ ആണ്, അത്രയേ ഉള്ളൂ. സാറ് നോക്കുവോ? ഈ എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 4th എക്സാമ്പിൾ ചെയ്തുവോ? ഇല്ല. കാരണം നമുക്ക് എന്തായാലും ഉണ്ടായിരുന്നില്ല, ഡിവിസിബിൾ ബൈ 4 ആണ്, ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണ് എന്ന് ചെക്ക് ചെയ്യാൻ അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ അറിയോ അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. സാറ് പഠിച്ചില്ലേ? സാറ് പഠിച്ചിട്ട് കാര്യമുള്ളൂ ഇല്ല? നിങ്ങളും പഠിക്കണം അല്ലെ? സാറും പഠിച്ചു, നമ്മളും പഠിച്ചു. ശരിയാണല്ലോ? സാർ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ നമ്മൾ എഴുതി അങ്ങ് പഠിക്കും. അത് എത്ര ഉള്ളൂ? 2ന്റെ ഡിവിസിബിൾ ആണ് നോക്കണം. ഒരു നമ്പർ 2ന്റെ ഡിവിസിബിൾ ആണ് നോക്കുക. അതുപോലെ 5ന്റെ ആണോ നോക്കുക, 10ന്റെ ആണോ നോക്കുക, 4ന്റെ ആണോ നോക്കുക. ഇത്രയും ആരെയും സാറ് പഠിപ്പിച്ച് തന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ അറിയണം. ഇത്രയല്ലേ വേണ്ടു, വേറെ ഒന്നും അല്ല കേട്ടാ. ഇനി അപ്പൊ നമ്മൾ നോക്കുകയാണ് ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കുമ്പോൾ ഇതിൽ 40 ആണ്. 40 എന്ന് പറയുന്നത് നമുക്കറിയാം 10 into 4. 10 into 4 ആണ് എന്ത്? 40. അപ്പൊ അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ആ നമ്പർ മൊത്തത്തിൽ ആ നമ്പർ എന്തായി? 4ന്റെ ഡിവിസിബിൾ ആണ്. ഇനി നോക്കുകയാണെങ്കിൽ 20 എന്ന് പറയുന്നത് ആ ലാസ്റ്റ് 2 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? യെസ്, 4ന്റെ ഡിവിസിബിൾ ആണ്. പക്ഷെ 45 അങ്ങനെയാണോ? അല്ല. 44 എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? 5. ഈ 5നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലേ? 5 എന്ന് പറഞ്ഞാൽ എന്താ? 5നെ നമുക്കൊന്ന് മാറ്റാം. 4 + 1 എന്ന് എഴുതാം, 40. അപ്പൊ ഇതിലൊന്നുകൂടി മൊത്തത്തിൽ മാറ്റുകയാണെങ്കിൽ 40 + 4 44 അല്ലേ? അപ്പൊ 44 + 1. ഇത് സാറിന് മനസ്സിലായി എന്തുകൊണ്ട് അങ്ങനെ എഴുതി അറിയോ? ഇത് 4ന്റെ ഡിവിസിബിൾ ആക്കിയതാണ്. ഇത് 4ന്റെ ഡിവിസിബിൾ ആണ്. അപ്പൊ റിമൈൻഡർ 0 ആണ്. പക്ഷെ ഈ 1 കൂടി ആഡ് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റാതിരുന്നേ? ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റാതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ആണ്. 45 4ന്റെ എന്തല്ല? ഡിവിസിബിൾ അല്ല. അപ്പൊ ഇത് തെറ്റാ, ഇത് പറ്റില്ല, ഇത് പറ്റും, ഇത് പറ്റും. ലാസ്റ്റിലും ഇതേപോലെ 45 വന്നിക്കണേ. അതുകൊണ്ട് ഇതും എന്തല്ല? റിമൈൻഡർ അല്ല കേട്ടോ. അതിന്റെ ആൻസർ, മൊത്തത്തിലുള്ള ആൻസർ നോക്കുമ്പോൾ 2 ആണ്. 2 പേരെ മാത്രമാണ് നമുക്ക് 4ന്റെ ഡിവിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഡൗൺ ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 3. നോക്കാം, നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ആണ് അല്ലെ. പിന്നെ 2, 3, 4, 5 അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എഴുതാൻ അറിയാം. അപ്പൊ അതിൽ ഏതൊക്കെയാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 ആവുന്നത്? റിമൈൻഡർ 0 ആവുന്നു എന്ന് പറയുമ്പോൾ അത് ഡിവിസിബിൾ ആണ്, മൾട്ടിപ്പിൾ. ആ നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത്രേ ഉള്ളൂ, 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് റിമൈൻഡർ 0 ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സാർ ഒരു ഐഡിയ പറഞ്ഞുതരാം. നോക്കി, ആ ഓരോ നമ്പേഴ്സ് ഇപ്പൊ 1 ആണല്ലോ, 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ ഒരു മിഠായി ഉണ്ട്.
3 വെച്ചിട്ടാണ് മൂന്നോണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 3 വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓരോരുത്തർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ 3 ഉണ്ടോ, 3 മിഠായി ഉണ്ടോ? 3 മിഠായി നമ്മുടെ കയ്യിലുണ്ട്. സോറി, പക്ഷെ എന്റെ കയ്യിൽ ഇവിടെ എന്താണുള്ളത്, 3 മിഠായി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 3 വെച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്റെ കയ്യിൽ എത്രയേ ഉള്ളൂ, 1 മിഠായി ഉള്ളൂ. അപ്പൊ അങ്ങനെ 3 വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആൻസർ 0 ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ 3 അല്ലെങ്കിൽ 3 × 0 + 1 ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ എഴുതാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 1 മിഠായി പോലും 3 വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ 0 ആണ് ക്വോഷ്യന്റ്. പ്ലസ് റിമൈൻഡർ ആയിട്ട് നമുക്ക് ആ 1 നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, 3 വെച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ അത് കൊടുത്താ ഇല്ല. അപ്പൊ അവിടെ റിമൈൻഡർ വരില്ലേ, റിമൈൻഡർ 1 ആണ് കേട്ടാ. ഒന്നുകൂടി പറഞ്ഞാൽ സാറ് നമ്മുടെ കയ്യിൽ 1 മിഠായി ഉണ്ട്, നമ്മുടെ കണ്ടീഷൻ ഗെയിം കളിക്കാൻ പോവാണ്. പക്ഷെ കൊടുക്കുകയാണെങ്കിൽ 3 വെച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ, 3 വെച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ ആണോ? അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ കളിക്കാൻ റെഡിയാണ് പറഞ്ഞിട്ട് കുട്ടികൾ വന്നു. പക്ഷെ നോക്കുമ്പോ ഒരെണ്ണം, അശ്യോ ഇതെങ്ങനെയാ സാറ് 3 വെച്ചിട്ട് കൊടുക്കാം, ഒന്നല്ലേ ഉള്ളൂ സാർ, എന്ത് കത്താണ് ഈ പറയുന്നത് ഇന്ന് കുട്ടികൾ ചോദിച്ചു അല്ലെ. പക്ഷെ സാറ് എന്താണ് ഉദ്ദേശിച്ചത്, ഗെയിം കളിപ്പിക്കുന്നത് എന്തിനാ, കുട്ടികൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടികൾ തന്നെ മനസ്സിലാക്കി, എന്ത് മനസ്സിലാക്കി, 3 അതിലില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈക്വലി കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ അതിന്റെ കോഷ്യന്റ് 0 ആണ്, നമുക്കൊന്നും പറ്റിയില്ല. 0 വെച്ചിട്ട് കൊടുത്തേ, ഒന്നും കൊടുത്തില്ല എന്നല്ലേ അർത്ഥം. പക്ഷെ നമ്മൾ കൊടുക്കാത്ത കാരണം ആ മിഠായി അവിടെ പെൻഡിങ് ആയിട്ട് അവിടെ തന്നെ റിമൈൻഡിങ് ആയിട്ട് വന്നു. അപ്പൊ റിമൈൻഡർ അവിടെ 1 ആണ്. ഇനി 2 ആണ്. അപ്പൊ ഞാൻ സാർ 1 മിഠായും കൂടി കുട്ടിക്ക് കൊടുത്തു. സാർ 1 മിഠായും കൂടി എന്ത് ചെയ്തു, കുട്ടിക്ക് കൊടുത്തു. കുട്ടിയുടെ വിഷമം കാരണം. പക്ഷെ എന്നിട്ട് കുട്ടി ചോദിച്ചു, സാർ എന്നെ കളി കേൾക്കുകയാണോ, സാറ് 3 തന്നെങ്കിലല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ, 3 വെച്ചിട്ട് കൊടുക്കാനല്ലേ സാർ പറഞ്ഞേ, എന്നിട്ട് 2 തന്നെ വീണ്ടും എന്നെ കളിയാക്കില്ലേ സാർ ചോദിച്ചു. അപ്പൊ കുട്ടിക്ക് അറിയുന്നില്ല എപ്പോഴും, കുട്ടി അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് സാർ അങ്ങനെ ചെയ്തതെന്നുള്ളത് കേട്ടോ. പക്ഷെ കുട്ടി അത് ഇങ്ങനെയാണ് പറഞ്ഞത്, സാറില്ല എന്റെ മക്കൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക, 2 വെച്ചിട്ട് 2 മിഠായി കൊടുത്തു. അപ്പൊ 2 മിഠായി എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. കുട്ടി പിണങ്ങി പോയി. സാറിനെ കൊടുത്തു 3 വെച്ചിട്ട് 3 മിഠായി എനിക്ക് തരാതെ 2 വെച്ചിട്ട് 3 വെച്ചിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. 2 തന്നിട്ട് 3 വെച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും എന്ന് ചോദിച്ചുകൂടാ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന കോഷ്യന്റ് അവിടെ 0 ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ റിമൈൻഡിങ് ആയിട്ട് 2 വരും അല്ലെ. ല്ലോ ആദ്യത്തെ 2 കഴിഞ്ഞിട്ടാ. ഇനി 3 നമുക്ക് 3 കൊടുത്തു, ഞാൻ 3 കൊടുത്തു. അപ്പൊ അവിടെ റിമൈൻഡർ ഒന്നും വന്നില്ല. നമുക്ക് 3 വെച്ച് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. യെസ്, അടുത്തതില് 3 വെച്ചിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ബാക്കി ഒരു റിമൈൻഡർ വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ രീതി അല്ലാതെ മൾട്ടിപ്പിൾ ആണോ 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ആ 3ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. മൾട്ടിപ്പിൾ ആണ് എഴുതിയെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ റിമൈൻഡർ എന്തായിരിക്കും, 0 ആണ്. അപ്പൊ മൾട്ടിപ്പിൾസ് എഴുതിയ പോലെ 3ന്റെ മൾട്ടിപ്പിൾസ് എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. ഇനി മൾട്ടിപ്പിൾസ് അല്ല എന്നുള്ളത് നോക്കുക. മൾട്ടിപ്പിൾസ് അല്ല എന്ന് പറയുമ്പോൾ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ റിമൈൻഡർ എത്ര തന്നിരിക്കുന്നത്, 1 ആണല്ലോ. ആ 1 ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞു വന്നത്. ഇപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് എഴുതിയില്ലേ, ഏതൊക്കെയാ 3, 6, 9, 12. അതിന്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്താൽ മതി, റിമൈൻഡർ ഇവിടെ 1 ആയതുകൊണ്ട് 1 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ ചോദ്യം ഇതായിരുന്നു. എന്തായിരുന്നു ചോദ്യം, റൈറ്റ് ഡൗൺ ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1. അപ്പൊ അങ്ങനെ 3ന്റെ മൾട്ടിപ്പിൾസ് ചെയ്ത റിമൈൻഡർ 1 ആയത് തന്നിട്ടുണ്ടെങ്കിൽ ആ 3ന്റെ മൾട്ടിപ്പിൾസിന്റെ ഒപ്പം ഒന്നീച്ച് ആഡ് ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ കിട്ടും, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തേക്ക് പോവാം. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. നോക്കൂ, ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. റിമൈൻഡർ വരുന്നത് ഏതാ, റിമൈൻഡർ 1 വരുന്നത് 4 വരും, പിന്നെ 7 വരുന്നുണ്ട്, പിന്നെ 10 വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതന്നെയല്ലേ ആൻസർ വരുന്നത്. പിന്നെ 13 വരും അത് കഴിഞ്ഞിട്ട്. അപ്പൊ 3 വെച്ചിട്ട് ആഡ് ചെയ്തിട്ടാ പോണേ. 3 വെച്ചിട്ട് ആഡ് ചെയ്ത് പോയാൽ മതി കേട്ടോ. 4 കഴിഞ്ഞ് 7 ആണെങ്കിൽ 3 ആഡ് ചെയ്തു അല്ലെ. 3ന്റെ മൾട്ടിപ്പിൾസിന്റെ കേസ് അല്ലേ നമ്മൾ പറഞ്ഞേ. പക്ഷെ ഒരു 1 കൂട്ടിയല്ലോ, എല്ലാവരും ഇതേപോലെ 1 കൂട്ടണില്ലേ. അപ്പൊ 3 വെച്ചിട്ടാണ് കൂട്ടിപ്പോകുന്നത്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആയിരുന്നു കേട്ടോ. ഇനി ഇവിടെ നോക്കൂ, ഇതിൽ നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. ഇവിടെ സാറ് പറഞ്ഞു 3ന്റെ മൾട്ടിപ്പിൾ ആദ്യം എഴുതണം, ഒന്നുമില്ല, 3ന്റെ മൾട്ടിപ്പിൾസ് ചെയ്താൽ. ഇനി റിമൈൻഡറോട് 2 അല്ലേ പറഞ്ഞേക്കണേ. ഈ മൾട്ടിപ്പിൾസിന്റെ അപ്പം 2 ആഡ് ചെയ്ത് പോവാം. 3 + 2, അതുപോലെ 6 + 2, പിന്നെ 9 + 2, ഇതന്നെയല്ലേ വന്നിരിക്കുന്നത്. 3 + 2 5, അതുപോലെ 6 + 2 8, 9 + 2 11, അതുപോലെ 12 + 2 14. അങ്ങനെയാ വരിക. അപ്പൊ അടുത്ത എന്താ വരിക എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേ. അടുത്ത നമ്പർ ഏതാ വരിക ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഒപ്പം തന്നെ ഒരു ചെറിയൊരു ഹോംവർക്കും കൂടി സാർ തരികയാണ്. ഹോംവർക്ക് ഇതാണ്, എല്ലാവരും ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ട് ഇടുക. അല്ലെങ്കിൽ സാറിന്റെ നമ്പർ തരാം, നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 9061736249 കേട്ടോ. ഇതില് വാട്സപ്പ് ചെയ്താലും മതി, സാർ നോക്കിയിട്ട് തരുന്നുണ്ട് കേട്ടോ, ഫ്രീ ആവുന്ന സമയത്ത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. അതുവരെയ്ക്കും